ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്ലൈവീൽ മലയാളം. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എൻ്റെ ഫേവറേറ്റ് കാറുകളിലൊന്നായിട്ടുള്ള മെർസിഡീസ് ബെൻസ് എസ് ക്ലാസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷൻ ഇപ്പോൾ അൺവീൽ ചെയ്തിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ ഉള്ള ഡൽഹിയിലാണ്. ഞാൻ ഒരു ഡ്രൈവിന് വന്നിരിക്കുകയാണ്. അതൊരു സർപ്രൈസാണ്. നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡായിട്ട് കാണാൻ പോകുന്ന ആ ഡ്രൈവായിരിക്കും. പക്ഷെ ഞാൻ ഇന്നലെ ഇവിടെ ഓൺലൈനിലാണ് പുതിയ എസ് ക്ലാസിൻ്റെ ലോഞ്ച് കണ്ടിരുന്നത്. പുതിയ എസ് ക്ലാസ് എന്ന് പറയുമ്പം സാധാരണ ഒരു ഇൻഡസ്ട്രി ബെഞ്ച് മാർക്ക് ചെയ്യുന്ന ഒരു മോഡലാണ്. മെർസിഡീസ് ബെൻസ് ആയിട്ടാണ് സാധാരണ എസ് ക്ലാസ് എന്ന് പറയാറുള്ളത്. അതുപോലെ തന്നെ സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട്, ലെജൻഡ്സ് ആർ നോട്ട് ബോൺ ഓൾവേസ്, ബട്ട് വെൻ ദേ ഡു ദേ മേക്ക് ദ മാർക്ക്. ഇതിന് ആപ്റ്റ് ആയിട്ടുള്ളൊരു കാറാണ് എസ് ക്ലാസ്. കാരണം എസ് ക്ലാസിനെ എപ്പോഴും ഇൻഡസ്ട്രി ബെഞ്ച് മാർക്കായിട്ട് കാറായിട്ടാണ് അറിയപ്പെടാറുള്ളത്. ടെക്നോളജി ആവട്ടെ, ഡിസൈൻ ആവട്ടെ, കംഫർട്ട് ആവട്ടെ, സേഫ്റ്റി ആവട്ടെ, ഇതിലെല്ലാം തന്നെ മറ്റുള്ള കാറുകൾക്ക് ഫോളോ ചെയ്യാനുള്ള ഒരു അളവുകോല് സാധാരണ സെറ്റ് ചെയ്യാറുള്ള ഒരു കാറും കൂടിയാണ് എസ് ക്ലാസ്. കഴിഞ്ഞ ജനറേഷൻ, അതായത് ഇപ്പം പ്രസന്റിലുള്ള 222 എന്ന് പറയുന്ന എസ് ക്ലാസ് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള എസ് ക്ലാസ്സുകൾ ഒന്നാണ്. സാധാരണ നമുക്ക് പറയാറുണ്ട് 126 എന്ന് പറയുന്ന കാറാണ് ഏറ്റവും അധികം പ്രൊഡക്ഷനിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അത് 12 വർഷം കൊണ്ടാണ് ആ ഒരു അച്ചീവ്മെന്റ് നേടിയെങ്കിൽ ഇന്ന് ഇത്രയും കോമ്പറ്റീഷനിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ 222 ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള എസ് ക്ലാസ് ആയി മാറുകയും ചെയ്തിട്ടുള്ളത്. പല വേരിയൻസും 222 വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന 223 സാധാരണ ഒരു എസ് ക്ലാസിൻ്റെ ആ ഒരു സ്കെയിൽ വീണ്ടും ഉയർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. മോഡേൺ ലക്ഷറിയാണ് മെർസിഡീസ് ബെൻസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഫിലോസഫി തന്നെ. അതുകൊണ്ട് തന്നെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ഉള്ള കാറായിട്ടാണ് പുതിയ എസ് ക്ലാസ് വന്നിരിക്കുന്നത്. നമുക്കറിയാം മെർസിഡീസിൻ്റെ പാരമ്പര്യത്തോളം തന്നെ നിൽക്കുന്ന ഒരു പാരമ്പര്യമാണ് എസ് ക്ലാസിനുള്ളത്. സാധാരണ നമ്മൾ എസ് ക്ലാസ് എന്നുള്ള പേര് സാധാരണ ഒരു 5-6 ജനറേഷൻ മുമ്പാണ് പറയുന്നെങ്കിലും എസ് ക്ലാസ് എന്ന് കരുതപ്പെടുന്ന മെർസിഡീസ് ബെൻസിൻ്റെ ഫ്ലാഗ്ഷിപ്പ് കാറ് അത് സിംപ്ലെക്സ് മുതൽ തന്നെ തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഏകദേശം 16ാമത്തെ ജനറേഷനാണ് എസ് ക്ലാസിൻ്റെ ഇപ്പോൾ ഉള്ളത്. ഇപ്പം പുതിയ എസ് ക്ലാസിനോട് കൂടി തന്നെ ബെൻസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഫാക്ടറി ആയിട്ടുള്ള ഫാക്ടറി 56 എന്ന് പറഞ്ഞ എസ് ക്ലാസിൻ്റെ വീട്, ഹോം ഓഫ് എസ് ക്ലാസ് എന്ന് പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് മോഡേൺ പ്ലാന്റും അൺവീൽ ചെയ്തിരിക്കുകയാണ്. സോ ഇതിൻ്റെ എല്ലാം വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മളെ ഈ വിശേഷങ്ങളിൽ പോകുന്നതിൻ്റെ മുന്നേ നിങ്ങളുടെ അഭിപ്രായം പുതിയ എസ് ക്ലാസിനെ കുറിച്ചിട്ടുള്ളതും നിങ്ങളുടെ ഫേവറേറ്റ് ജനറേഷൻ എസ് ക്ലാസ് ഏതാണെന്നുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെർസിഡീസ് ബെൻസിൻ്റെ ഒരു എവല്യൂഷനാണ് പുതിയ എസ് ക്ലാസ്സിലൂടെ സംഭവിച്ചിരിക്കുന്നത്. W222 എന്ന് പറയുന്ന വളരെ ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു കാർ ആയതുകൊണ്ട് തന്നെ മെർസിഡീസ് ബെൻസ് വളരെയധികം ചേഞ്ച് വരുത്താതെ ഒരു എവല്യൂഷൻ ഡിസൈനാണ് കൊണ്ടുവന്നത്. എന്നാലും പുതിയൊരു ഫേസ്, പുതിയൊരു റിയർ എൻഡ്, പുതിയ സൈഡ് പ്രൊഫൈൽ, പുതിയ ലൈൻസ് എല്ലാമാണ് പുതിയ എസ്സിലുള്ളത്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മുഖ്യ ആകർഷണമായി നിൽക്കുന്ന ഇതിൻ്റെ പ്രൊപ്പോർഷൻ തന്നെയാണ്. ഏറ്റവും മികച്ച സിഡാൻ പ്രൊപ്പോർഷനാണ് എസ് ക്ലാസ്സിനുള്ളത്. പുതിയ എസ് ക്ലാസ് വളരെ ബോൾഡ് ആയിട്ടുള്ള പുതിയ ഗ്രില്ലും സ്ലീക്കർ ആയിട്ടുള്ള ഹെഡ്ലൈറ്റുമാണ് വന്നിരിക്കുന്നത്. ഹെഡ്ലൈറ്റിൽ തന്നെ പ്രത്യേകതകൾ ഒരുപാടുണ്ട്. ഫുൾ LED ആയിട്ടുള്ള ഹെഡ്ലൈറ്റും അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിജിറ്റൽ ലൈറ്റും വരുന്നുണ്ട്. 3 മെയിൻ LED ഡയോഡും അതിന് പുറമെ 13 ലക്ഷം ഹെഡ്ലൈറ്റ് പിക്സലോടും കൂടിയിട്ടുള്ള ഡിജിറ്റൽ ലൈറ്റ്. ഡ്രൈവർക്ക് മുന്നിൽ ഓരോ വാർണിംഗ് സിമ്പിളും പ്രൊജക്ട് ചെയ്ത് റോഡിൽ കാണിക്കുന്ന സിസ്റ്റമാണ് ഈ ഡിജിറ്റൽ ലൈറ്റ് സിസ്റ്റം. ഏറ്റവും നൂതനമായൊരു സാങ്കേതിക വിദ്യയാണിത്. ഇതിൻ്റെ പുറമെ ടെയിൽ ലൈറ്റ് വന്നിരിക്കുന്നത് ഹൊറിസോണ്ടൽ ഫോമാറ്റിലാണ്. ഒരുപാട് ജനറേഷനുകൾക്ക് ശേഷമാണ് എസ് ക്ലാസ്സിൽ ഹൊറിസോണ്ടൽ ടെയിൽ ലൈറ്റ് വരുന്നത്. കഴിഞ്ഞ തലമുറ എസ് ക്ലാസിനേക്കാൾ ഉയരവും വീതിയും നീളവും കൂടിയിട്ടാണ് പുതിയ എസ് ക്ലാസ് വന്നിട്ടുള്ളത്. 34 മില്ലിമീറ്ററിനാണ് ലോങ് വീൽ ബേസ് നീളം കൂടിയിട്ടുള്ളത്. മൊത്തത്തിൽ നീളം 5.25 മീറ്റർ ആയിട്ടുണ്ട് ഇപ്പോൾ. ഇതിന് പുറമെ 55 മില്ലിമീറ്റർ വീതിയും 12 മില്ലിമീറ്റർ ഉയരവും കൂടിയിട്ടാണ് പുതിയ എസ് ക്ലാസ് വന്നിട്ടുള്ളത്. മുമ്പുള്ള എസ് ക്ലാസ്സിന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സൈഡ് പ്രൊഫൈലും ക്ലീനർ ആയിട്ടുള്ള ലൈനുമാണ് പുതിയ എസ് ക്ലാസ്സിലുള്ളത്. ഇതിന് പുറമെ എയറോഡൈനാമിക്സ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പുതിയ 2 തരത്തിലുള്ള ഹാൻഡിലുകളാണ് എസ് ക്ലാസ്സിനുള്ളത്. ഇലക്ട്രിക്കലി പോപ്പപ്പ് ചെയ്യുന്ന ഫ്ലഷ് ഹാൻഡിൽസും സ്റ്റാൻഡേർഡ് ഹാൻഡിലുമാണ് ഇതിലുള്ളത്. എലഗൻസും സ്പോർട്ടിനെസ്സും കൂടിയിട്ടുള്ളതാണ് പുതിയ എക്സ്റ്റീരിയർ ഡിസൈൻ. 18 മുതൽ 21 ഇഞ്ച് വരെയുള്ള അലോയ് വീൽ ഓപ്ഷൻസും എസ് ക്ലാസ്സിൽ അവൈലബിൾ ആണ്. സ്റ്റാൻഡേർഡ് ബോഡി ട്രിമിന് പുറമെ AMG ലൈൻ ബോഡി ട്രിമും എസ് ക്ലാസ്സിൽ ലഭ്യമാണ്. പൂർണ്ണമായിട്ടുള്ള പനോറമിക് റൂഫും എസ് ക്ലാസ്സിൽ വരുന്നുണ്ട്. ഇന്റീരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എസ് ക്ലാസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് ഇന്റീരിയർ. കാരണം നമുക്കറിയാം, നമ്മൾ ഏറ്റവും അധികം ടൈം സ്പെൻഡ് ചെയ്യാറുള്ള ഇന്റീരിയറിലാണ്. അതിൻ്റെ ഓണേഴ്സ് ആവട്ടെ, നമ്മളെപ്പോലുള്ള ജേർണലിസ്റ്റ് ആവട്ടെ, നമ്മൾ ആർക്കെങ്കിലും ഒരു ടാക്സി റൈഡ് കിട്ടുകയാണെങ്കിൽ തന്നെ ഏറ്റവും അധികം നമ്മൾ എൻജോയ് ചെയ്യുന്ന ഇന്റീരിയറാണ്. അതുകൊണ്ട് തന്നെ ഇന്റീരിയർ അണിയിച്ചൊരുക്കുന്നത് ഒരിക്കലും എസ് ക്ലാസ് പിന്നോട്ട് പോകാറില്ല. ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഒരു ഇന്റീരിയർ പുതിയ എസ്സിൽ വന്നിരിക്കുന്നത്. അതിന് കാരണം നമുക്കറിയാം, നമ്മളെല്ലാവരും ഇന്ന് മോഡേൺ ആണ്. നമ്മളെല്ലാവരും സ്മാർട്ട് ഫോൺസ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് റിലേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ളൊരു ഇന്റീരിയർ, എന്നാൽ അതിൻ്റെ എലഗൻസോ ക്ലാസിനെസ്സോ കംഫർട്ടോ ഒന്നും തന്നെ നഷ്ടപ്പെടാത്ത രീതിയിലാണ് പുതിയ ഇന്റീരിയർ വന്നിട്ടുള്ളത്. സോ പുതിയ ഇന്റീരിയറിനെ കുറിച്ച് കൂടുതൽ നമുക്കറിയാം. ആഡംബരപൂർണ്ണമായിട്ടുള്ളൊരു ഇന്റീരിയർ ഫോമാറ്റാണ് എസ് ക്ലാസിന് നൽകിയിട്ടുള്ളത്. മിനിമലിസ്റ്റിക് അപ്രോച്ച് ആണെങ്കിൽ കൂടിയും വളരെ പ്ലഷി ആയിട്ടുള്ളൊരു ഇന്റീരിയറാണ് ഇതിലുള്ളത്.
ഇതിൽ മുഖ്യ ആകർഷണമായി നിൽക്കുന്നത് 12.8 ഇഞ്ചുള്ള OLED ഇൻഫോടൈൻമെന്റ് സ്ക്രീനാണ്. വെർട്ടിക്കൽ ഫോമാറ്റിലുള്ള സ്ക്രീനാണിത്. ഇതിന് പുറമെ 12.3 ഇഞ്ചുള്ള 3D ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ഡിസ്പ്ലേയും ഇതിനെ കൂടെ വരുന്നുണ്ട്. 5 വ്യത്യസ്ത സ്ക്രീനുകളാണ് ഇൻഫോടൈൻമെന്റിനായിട്ട് S ക്ലാസ്സിലുള്ളത്. ഇതിൽ സ്ക്രീൻ ഷെയറിംഗ് ഓപ്ഷനും അവൈലബിൾ ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫോടൈൻമെന്റ് സിസ്റ്റമാണ് MBUX ഉള്ളത്. ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് MBUX ഹോം ഫംഗ്ഷനും അവൈലബിൾ ആണ്. ഓൺലൈൻ ഷോപ്പിംഗും ടിക്കറ്റ് ബുക്കിംഗും വോയിസ് റെക്കഗ്നിഷനിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇന്ന് ചൈനീസ് മാർക്കറ്റിൽ മാത്രമാണ് ഈ ഫംഗ്ഷൻ അവൈലബിൾ എങ്കിലും ഉടൻ തന്നെ മറ്റുള്ള മാർക്കറ്റുകളിലും ലഭിക്കും എന്നാണ് കമ്പനി അറിയിക്കുന്നത്. മെർസിഡസിന്റെ ഇന്റർഫേസ് സിസ്റ്റം ആയിട്ടുള്ള MBUXന്റെ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള ഫോർമാറ്റാണ് പുതിയ S ക്ലാസ്സിൽ വന്നിട്ടുള്ളത്. ഇതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ മേലെയുള്ള ലിങ്കിൽ നിങ്ങൾക്ക് കാണാം. പുതിയ S ക്ലാസ്സിൽ ഫിംഗർ പ്രിന്റ്, ഫേസ് ആൻഡ് വോയിസ് റെക്കഗ്നിഷൻ ആണ് വരുന്നത്. റെക്കഗ്നിഷൻ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പ്രീ സെറ്റിംഗ്സിലേക്ക് പോകുന്നതായിരിക്കും. ഇതിന് പുറമെ ആക്റ്റീവ് ആംബിയന്റ് ലൈറ്റിംഗും പുതിയ S ക്ലാസ്സിൽ വരുന്നുണ്ട്. 263 LED കൂടി പ്രവർത്തിക്കുന്ന ഈ ആംബിയന്റ് ലൈറ്റിംഗ് വാർണിംഗ് സിസ്റ്റമായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. ആംബിയന്റ് ലൈറ്റിംഗിന് മറ്റൊരു പ്രത്യേകത, ഇന്റീരിയർ ലൈറ്റിംഗിൽ മൂഡ് സെറ്റിംഗ് അനുസരിച്ച് ഓരോ സീറ്റിനും ഓരോ തരം ലൈറ്റിംഗ് നൽകുന്ന രീതിയും പുതിയ S ക്ലാസ്സിലുണ്ട്. പുതിയ ഹെഡപ്പ് ഡിസ്പ്ലേയിൽ ഓഗ്മെന്റഡ് റിയാലിറ്റി വന്നതും S ക്ലാസിന്റെ ഒരു പ്രത്യേകതയാണ്. ഇതിന്റെ പുറമെ ഇന്റീരിയർ അസിസ്റ്റ് ഫംഗ്ഷനും ഇതിന്റെ കൂടെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. പുതിയ S ക്ലാസിന്റെ ടോപ്പ് ആൻഡ് സൗണ്ട് സിസ്റ്റം വരുന്നത് 31 സ്പീക്കറിന്റെ ബർമസ്റ്റർ 4D സറൗണ്ട് സൗണ്ട് സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത, സീറ്റിൽ സബ് വൂഫറിന്റെ എഫക്റ്റ് കിട്ടുന്ന രീതിയിൽ മോട്ടോർ വെച്ച് വൈബ്രേഷൻ നൽകുന്നതാണ്. പുതിയ S ക്ലാസിന്റെ സീറ്റുകൾ ഹീറ്റ് ചെയ്യാനും 5 വ്യത്യസ്ത ഫാനുകൾ ഉപയോഗിച്ച് കൂൾ ചെയ്യാനും സാധിക്കും. 10 വ്യത്യസ്ത മസാജുകളും പുതിയ സീറ്റിൽ അവൈലബിൾ ആണ്. ഏറ്റവും ലക്ഷൂറിയസ് ആയിട്ടുള്ള സീറ്റുകളിൽ ഒന്നാണ് S ക്ലാസ്സിലുള്ളത്. ഇതിൽ 5 സീറ്റ് ഫോർമാറ്റും പിന്നിൽ 2 സെപ്പറേറ്റ് സീറ്റ് ആയിട്ടുള്ള 4 സീറ്റ് ഫോർമാറ്റിലും S ക്ലാസ് അവൈലബിൾ ആണ്. കൂടുതൽ ആഡംബരപരമായിട്ട് യാത്ര ചെയ്യാൻ ഷോഫർ പാക്കേജും പുതിയ S ക്ലാസ്സിൽ അവൈലബിൾ ആണ്. ഏറ്റവും ശബ്ദം കുറഞ്ഞിട്ടുള്ള ഇന്റീരിയർ ആണ് S ക്ലാസ്സിൽ എന്നാണ് മെർസിഡീസ് ബെൻസ് അവകാശപ്പെടുന്നത്. ഇതിന് മുഖ്യമായ കാരണമായിട്ടുള്ളത് മെർസിഡീസിന്റെ ഏറ്റവും കുറഞ്ഞ ഡ്രാഗ് കോയിഫിഷ്യന്റോട് കൂടിയുള്ള എയറോഡൈനാമിക് ബോഡി ഡിസൈനും ഇതിന് പുറമെ ബോഡി കൺസ്ട്രക്ഷനും അക്യൂസ്റ്റിക്സ് ലെവൽ കൂട്ടിയതുമാണ്. മുമ്പ് തന്നെ S ക്ലാസ് ക്യാബിൻ സൈലൻസിൽ പേര് ലഭിച്ചിട്ടുള്ള ഒരു കാറാണ്. എൻജിൻസ് എന്ന S ക്ലാസ്സിൽ ഒരുപാട് ഓപ്ഷൻസ് വരാറുണ്ട്. എൻ്റെ ഫേവറേറ്റ് ആയിട്ട് എന്നും വരുന്നത് V12 ബൈടോബോ എഞ്ചിനോ അതുപോലെ തന്നെ V8 ബൈടോബോ എഞ്ചിൻസുമാണ്. എന്നാലും മറ്റുള്ള എഞ്ചിൻസ് ഒന്നും തന്നെ മോശമല്ല. ഈ പുതിയ S ക്ലാസ്സിലും കുറേ എഞ്ചിൻ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ പുതിയ W223 S ക്ലാസ്സിൽ വന്നിരിക്കുന്ന ഒട്ടുമിക്ക ഫീച്ചേഴ്സും മെർസിഡസിന്റെ പുതിയ EQS എന്ന ഇലക്ട്രിക് S ക്ലാസ്സിൽ വരുന്നതായിരിക്കും എന്നാണ് കമ്പനി അറിയിക്കുന്നത്. ടെസ്ല മോഡൽ എസും BMW i7 കോമ്പീറ്റോ എന്ന രീതിയിലുള്ള EQSന് ഏറ്റവും കൂടിയ റേഞ്ച് 700 കിലോമീറ്റർ ഉണ്ടാവുമെന്നാണ് മെർസിഡസ് ബെൻസ് ചീഫായ ഒല കെലേനിയസ് അറിയിച്ചിട്ടുള്ളത്. പുതിയ S ക്ലാസിന്റെ മറ്റൊരു ഫീച്ചറാണ് റിയർ ആക്സിൽ സ്റ്റിയറിംഗ്. പ്രൊഡക്ഷൻ കാറിൽ ഏറ്റവും അധികം ഡിഗ്രി ഓപ്പോസിറ്റ് തിരിയാവുന്ന 10 ഡിഗ്രിയിലുള്ള സെറ്റിംഗ് ആണ് പുതിയ S ക്ലാസിന്റെ 4-വീൽ സ്റ്റിയറിംഗിൽ വരുന്നത്. ഇത് 60 കിലോമീറ്റർ താഴെയുള്ള സ്പീഡിൽ ഫ്രണ്ട് വീലിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ 10 ഡിഗ്രി വരെ റിയർ സ്റ്റിയറിംഗ് തിരിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ A ക്ലാസിന്റെ ടേണിംഗ് റേഡിയസിൽ ഇത്രയും നീളമുള്ള S ക്ലാസ് ഓടിച്ചെടുക്കാൻ സാധിക്കും. സ്പീഡ് കൂടി 60 കിലോമീറ്ററിന് മേലെ പോയാൽ ഫ്രണ്ട് സ്റ്റിയറിംഗിന്റെ അതേ ഡയറക്ഷനിൽ 4.5 ഡിഗ്രിയിൽ റിയർ സ്റ്റിയറിംഗ് ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ സ്റ്റെബിലിറ്റി ഗുണം ചെയ്യും. പുതിയ S ക്ലാസ് ലെവൽ 3 ഓട്ടോണമസ് ഡ്രൈവിംഗിന് സർട്ടിഫൈ ചെയ്തിട്ടുള്ള കാറാണ്. ഡ്രൈവർ അസിസ്റ്റന്റ് ഇല്ലാതെ പാർക്കിങ്ങും സെൽഫ് ഡ്രൈവ് ചെയ്യാനുള്ള സിസ്റ്റവുമാണ് ലെവൽ 3-ലുള്ളത്. എങ്കിലും നിയമപരമായിട്ട് ഡ്രൈവർ അലേർട്ടോട് കൂടിയിട്ടാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടാവുക. സദാസമയം ഡ്രൈവറെ മോണിറ്റർ ചെയ്യുന്ന 2 ക്യാമറ ഇൻസ്ട്രുമെന്റ് കൺസോളിൽ നിന്ന് പ്രവർത്തിക്കും. ഇത് ഡ്രൈവറിന്റെ കണ്ണും ഫേസും റെക്കഗ്നൈസ് ചെയ്ത് ജസ്റ്റ് കൺട്രോൾ ചെയ്യുന്നതാണ്. ഉദാഹരണത്തിന് ഡ്രൈവർ പിറകിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ റിയർ കട്ടൺ താവുന്ന സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ കൈയിന്റെ ഒരു മൂവ്മെന്റ് അനുസരിച്ച് സൺറൂഫ് കൺട്രോൾ ചെയ്യാനും ഈ സിസ്റ്റത്തിൽ സാധിക്കും. പുതിയ S ക്ലാസ്സിൽ വ്യത്യസ്ത എഞ്ചിൻ ഓപ്ഷനുകൾ അവൈലബിൾ ആയിരിക്കും. ഇതിൽ മുഖ്യമായി വരുന്ന 3 ലിറ്റർ ഇൻലൈൻ 6 സിലിണ്ടർ പെട്രോൾ ഡീസൽ എഞ്ചിനുകളാണ്. പെട്രോൾ എഞ്ചിനിൽ 367 HP കരുത്തും 500 Nm ടോർക്കുമുള്ള S450യും 435 HP കരുത്തും 530 Nm ടോർക്കുമുള്ള S500 ലോഞ്ച് സമയത്ത് തന്നെ അവൈലബിൾ ആയിരിക്കും. 48 വോൾട്ടോട് കൂടിയുള്ള EQ ബൂസ്റ്റ് മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റം കൂടി ചേരുമ്പോൾ 22 HP കരുത്തും 250 Nm ടോർക്കും കൂടും. 3 ലിറ്റർ ഡീസൽ വരുന്നത് 2 പവർ ഔട്ട്പുട്ടിലാണ്. 286 HP കരുത്തും 600 Nm ടോർക്കുമുള്ള S350Dയും 330 HP കരുത്തും 700 Nm ഉള്ള S400Dയും ആയിരിക്കും ഇതിൽ അവൈലബിൾ ആയിരിക്കുക. ഈ എല്ലാ എഞ്ചിൻ ഓപ്ഷനിലും മെർസിഡസിന്റെ തന്നെ 9G ട്രോണിക് എന്ന 9-സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് സ്റ്റാൻഡേർഡായി ലഭിക്കുക. S350 ഒഴികെയുള്ള എല്ലാ മോഡലിനും 4മാറ്റിക് 4-വീൽ ഡ്രൈവ് സിസ്റ്റം സ്റ്റാൻഡേർഡായി ലഭിക്കും. 350ക്ക് വരുന്നത് 3-വീൽ ഡ്രൈവ് സിസ്റ്റം ആയിരിക്കും. ഇലക്ട്രിക്കിൽ മാത്രം 100 കിലോമീറ്റർ റേഞ്ച് ലഭിക്കുന്ന 48 വോൾട്ട് മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റമുള്ള പെട്രോൾ V8 എഞ്ചിൻ ഉടൻ തന്നെ ലൈനപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇതിനു പുറമെ V8 ബൈടർബോ AMG എഞ്ചിൻ ലൈനും S ക്ലാസിന്റെ ലൈനപ്പിൽ വരുന്നതായിരിക്കും. S ക്ലാസ്സിലെ S ക്ലാസ് ആയി അറിയപ്പെടുന്ന മാബാക് വേരിയന്റും ഇതിനുശേഷം S ക്ലാസിന്റെ ലൈനപ്പിലേക്ക് ആഡ് ചെയ്യുമെന്നാണ് മെർസിഡീസ് ബെൻസ് അറിയിക്കുന്നത്. ഇങ്ങനെയല്ലാണെങ്കിലും പുതിയ S ക്ലാസ്സിൽ കൂപ്പയും കാബ്രിയോലെ കൺവേർട്ടബിൾ മോഡലും ഉണ്ടാവില്ലെന്നാണ് മെർസിഡീസ് ബെൻസിന്റെ പാരന്റ് കമ്പനിയായ ഡാംലർ അറിയിക്കുന്നത്.
സസ്പെൻഷൻ ആവട്ടെ, അതുപോലെ തന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് ആവട്ടെ, ഇതിലെല്ലാം തന്നെ എസ് ക്ലാസ് എന്നും ബെഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. പുതിയ എസ് ക്ലാസ്സിന് ഒരുപാട് ഫീച്ചേഴ്സ് വന്നിട്ടുള്ള ഈ ആക്റ്റീവ് ബോഡി കൺട്രോൾ എന്ന ലേറ്റസ്റ്റ് സസ്പെൻഷൻ സിസ്റ്റമാണ് വരുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് റൈഡിലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്നാൽ അതിൻ്റെ ഒരു സേഫ്റ്റി ഫീച്ചർ ഉണ്ട്, അതെന്താണെന്നും അതുപോലെ തന്നെ മറ്റുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും സുരക്ഷിതമായ കാറുകളിൽ ഒന്നാണ് എസ് ക്ലാസ്. ഈ പുതിയ എസ് ക്ലാസ്സിലും ഒരുപാട് സുരക്ഷാ കവചങ്ങളാണ് മെർസിഡീസ് ബെൻസ് അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പുതിയ സെൻട്രൽ എയർ ബാഗ്, അതായത് ഫ്രണ്ട് സീറ്റിന്റെ പിന്നിൽ നിന്ന് ഡിപ്ലോ ചെയ്യുന്ന റിയർ പാസഞ്ചറിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന എയർ ബാഗ് ആണ് ഇത്. ഇതിന്റെ പുറമെ കൊല്യൂഷൻ അവോയ്ഡൻസ് സിസ്റ്റം പ്രകാരം സൈഡ് ആക്സിഡന്റ് ഉണ്ടാവുന്ന കാർ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ 8 സെന്റിമീറ്റർ സസ്പെൻഷൻ ഉയരം കൂടി സൈഡ് ഇമ്പാക്ട് ബോഡിയുടെ ലോവർ പാർട്ടിൽ സംഭവിക്കുന്ന രീതിയിൽ കാറിനെ അണിയിച്ചൊരുക്കും. ഇത് ആക്സിഡന്റ് ആഘാതം കുറയ്ക്കുന്നതാണ്. പുതിയ എസ് ക്ലാസ് ലോഞ്ച് ചെയ്യുന്ന കൂടെ തന്നെ മെർസിഡീസ് ബെൻസ് അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡേൺ ഫെസിലിറ്റി ആയിട്ടുള്ള ഫാക്ടറി 56 എന്ന പ്ലാന്റും അൺവീൽ ചെയ്തു. ഹോം ഓഫ് എസ് ക്ലാസ് എന്നാണ് ഈ ഫാക്ടറിനെ അറിയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള കാർ പ്ലാന്റ് ആയിട്ടാണ് ഈ പ്ലാന്റിനെ അറിയപ്പെടുന്നത്. പൂർണ്ണമായിട്ടും ഡിജിറ്റലൈസ് ചെയ്തിട്ടുള്ള ഓട്ടോമേറ്റഡ് ഫാക്ടറി ആണ് പുതിയ എസ് ക്ലാസിന്റെ പ്രൊഡക്ഷൻ ഫെസിലിറ്റി. ജർമ്മനിയിലെ സ്റ്റുട്ട്ഗാർട്ടിന്റെ അടുത്തുള്ള സിൻഡിൽ ഫിഗനിലാണ് ഈ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. W223 എന്ന ഈ പുതിയ ജനറേഷൻ എസ് ക്ലാസും ഇതിനുശേഷം വരുന്ന ടോപ്പ് എൻഡ് മോഡൽസുമായിരിക്കും ഈ ഫാക്ടറിയിൽ നിർമ്മിക്കുക. അടുത്തതായിട്ട് ഈ ഫാക്ടറിയിൽ നിന്ന് പുറത്തു വരാൻ പോകുന്ന മോഡൽ മെർസിഡീസിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഇലക്ട്രിക് കാറായ EQS ആയിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ പുതിയ ഈ എസ് ക്ലാസിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നായിരുന്നു. എന്നും എസ് ക്ലാസ് ബെഞ്ച് മാർക്ക് ചെയ്തിരുന്ന മോഡലാണ്. എനിക്കറിയാം നിങ്ങളെല്ലാവരും തന്നെ എസ് ക്ലാസ് ഫാൻ ആയിരിക്കും. അതിപ്പം മെർസിഡീസ് ഫാൻ അല്ലെങ്കിൽ കൂടി എസ് ക്ലാസ് ഫാൻ ആവുന്നത് ഞാൻ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ എസ് ക്ലാസ് ഒന്നും ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ തിളങ്ങി നിൽക്കുന്നത്, സ്റ്റാറിലെ സ്റ്റാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. സോ പുതിയ എസ് ക്ലാസിനെ കുറിച്ചും നിങ്ങളുടെ ഒപ്പീനിയൻ എന്തൊക്കെയാണെന്നുള്ള ഈ കമൻറ്റ് ബോക്സിലെല്ലാം അറിയിക്കുക. നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എസ് ക്ലാസിനെ കുറിച്ച് ഞാൻ ചോദിച്ചു. അതുപോലെ തന്നെ ഈ എസ് ക്ലാസ് നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ഫീച്ചർ ആയിട്ടുള്ള എന്താണെന്നുള്ളത്, അതുപോലെ തന്നെ അതിൻ്റെ ലുക്സ്, ഒപ്പീനിയൻ എല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യും. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. ഈ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഇതിലെല്ലാം തന്നെ നിങ്ങൾക്ക് എന്നെ പേഴ്സണലും ഫ്ലൈവീലിനെയും ഫോളോ ചെയ്യാം. സോ അടുത്ത തവണ നമ്മൾ പുതിയൊരു കാറിൻ്റെ വിശേഷമായിട്ട് കാണുന്നവരെ സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, ബി ഹാപ്പി.